അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് യുവതി. ഈ സംഭവം നടക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി ഒരു മൊബൈലിൽ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണത്രേ ഈ ഹോട്ടൽ ഉടമയും മറ്റു രണ്ടുപേരും, യേശുദാസൻ എന്നാണ് ഈ ഹോട്ടൽ ഉടമയുടെ പേര്, അതോടൊപ്പം തന്നെ റിയാസ്, പിന്നെ വേറൊരാൾ, ഈ 3 പേരും ആണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിനകത്ത് പതിഞ്ഞുപോയി. ആ ഒരു കരച്ചിലങ്ങോട്ടും വല്ലാത്തൊരു ഭയാനകമായ, ഈ മൃഗങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതിയിലൊരു, ഒരിക്കലും മനുഷ്യരിങ്ങനെ ആവാൻ പാടില്ല. എന്താണോ കൂടുതലുള്ളത്? നിന്റെയൊക്കെ വീട്ടിലുള്ള നിന്റെയൊക്കെ അമ്മയ്ക്കും നിന്റെയൊക്കെ പെങ്ങന്മാർക്കും ഉള്ളതൊക്കെ തന്നെ അവർക്കും ഉള്ളത്. ഇത്രയും ആക്രാന്തം. എടോ, കാശ് കൊടുത്ത് നിന്റെ മുന്നിൽ മടിക്കുത്തഴിക്കുന്ന അവളുമാരുടെ മുമ്പിൽ പോയി നീയൊക്കെ കഴപ്പ് കാണിക്കും. അത് അന്തസ്സാണ്. കുടുംബം പുലർത്താൻ വേണ്ടി ഇറങ്ങുന്ന ഏതായാലും 3-4 മാസം മാത്രമാണ് അവർ നിന്റെയൊക്കെ കൂടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ വിൽക്കാനായിരുന്നെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുമ്പിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ നീയൊക്കെ ചിന്തിക്കാത്ത? ഒരു പെണ്ണിന് ഇങ്ങനൊരു ഗതി വരരുത്. ഓരോ ദിവസം പുലരും തോറും ഇതൊക്കെ തന്നെയാണ്. പീഡനം, പീഡനം, പീഡനം. ഒരറുതിയില്ലാത്ത ലജ്ജയാണ്. നാൽക്കാലികൾ പോലും ചെയ്യാൻ മടിക്കുന്ന രീതിയിൽ ലജ്ജിക്കുന്നു. ഒരു പെണ്ണിനും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കും.